ഇങ്ങനെ കിടക്കുക, ബെഡിൽ ഇങ്ങനെ കിടക്കുക, തിരിഞ്ഞിങ്ങനെ കിടക്കുക, ഇങ്ങനെ കിടക്കുക. അപ്പം എൻ്റെ അവിടെ ഞാൻ ഇങ്ങനെ കസേര ഇട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അടുത്ത് വന്നിരുന്നിട്ട് പേര് വിളിക്കുന്നതായിട്ട് സുമി സുമി എന്ന് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഉറക്കം പോയി. ഉറക്കം പോയി. മോളെ മസ്താനി, എന്താ വെള്ളം ഇങ്ങ് എടുത്തിട്ട് വാടി. അമ്മമ്മയുടെ കൈക്കും കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പോയി എടുത്തൂടെ? ഞാൻ അഹങ്കാരി, തർക്കുത്തരം പറയുന്നോ നീ? അമ്മമ്മയുടെ മോളെ പഠിപ്പിച്ചേ. അയ്യോ, ഐസ്ക്രീം ഒന്നും തിന്നൂടാ. എന്താണ് ശരിക്കും സ്ലീപ്പ് പാരാലിസിസ്? എന്തൊക്കെയായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു? എപ്പോഴും എൻ്റെ കണ്ണിങ്ങനെ മയങ്ങി, എൻ്റെ കണ്ണത് ഇങ്ങനെ പകുതി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ സാധനം എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. ആ രൂപം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് എൻ്റെ അടുത്ത് വന്ന് നിന്ന് നമ്മളെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തും. പിന്നെ അതിൻ്റെ ബാക്കിൽ കൂടി ഇങ്ങനെ വല്ലാണ്ട് പുക പോകുന്ന കണക്ക്, അതും കറുപ്പ് തന്നെ, ഫുൾ ബ്ലാക്ക്. നമ്മളൊരു ചങ്ങല വെച്ചിട്ട് ബന്ധിക്കുന്ന ഒരവസ്ഥയാണ്. ഫുള്ള് കൈയും കാലും ഒക്കെ മരവിച്ച് നമ്മളിങ്ങനെ കിടക്കുക. എണീക്കാൻ പറ്റില്ല, കൈ പൊക്കാൻ പറ്റില്ല, കാല് മിണ്ടാൻ പറ്റില്ല. മിണ്ടാൻ നമ്മളിങ്ങനെ ശ്രമിക്കും, പക്ഷെ ഒന്നും പുറത്ത് വരത്തില്ല. ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. ഒരാൾക്ക് ഇത്രയും കഴിവുകളൊക്കെ ദൈവം കൊടുക്കും. തുടക്ക സമയത്ത് ആരും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ല, സപ്പോർട്ടിന് വേണ്ടിയിട്ട്. പിന്നല്ലേ എല്ലാരും കൂടെ കൂടുന്നത്. ആ സമയം മുതലേ ഹസ്ബൻഡ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ എല്ലാ കാര്യത്തിലും. ഹസ്ബൻഡിനോട് ഇപ്പൊ ഈ ഒരു സമയത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയാൻ തോന്നുന്നുണ്ടോ? താങ്ക് യു സോ മച്ച് ഫോർ എവരിതിങ്. ഹായ്, ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു ഗസ്റ്റ് സകലകലാ വല്ലഭയാണ്, യൂട്യൂബറാണ്. എന്താ പറയുക, ഫുഡൊക്കെ ഉണ്ടാക്കി ആൾക്കാരിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ഒരാളാണ്. വളരെ കുറേ ധൈര്യശാലിയായിട്ടുള്ള ഒരാളാണ്. ഞാൻ കൂടുതൽ ഇങ്ങനെ ഇൻട്രോ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. നമുക്ക് വെൽക്കം ചെയ്യാം സുമീസ് ടേസ്റ്റ് കിച്ചണിൽ സുമി, നമ്മുടെ സ്വന്തം സുമിയാണ്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇപ്പോൾ ക്രിസ്മസ് വൈബാണ്. ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരാളാണ്. നമുക്ക് ആദ്യം ക്രിസ്മസ്, അഡ്വാൻസ് മെരി ക്രിസ്മസ്. താങ്ക് യു. ഓക്കെ, എങ്ങനെ ഈ ക്രിസ്മസ് ഒക്കെ എങ്ങനെ പോകുന്നു? എന്താ പ്രിപ്പറേഷൻസ്? നിങ്ങൾ അങ്ങനെ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടോ? അങ്ങനെ ഭയങ്കര സെലിബ്രേഷൻ ചെയ്യാറില്ല, ചെറിയ രീതിയിൽ. ഈ യൂട്യൂബർ ആകുന്നതിന് മുന്നേയും ഇപ്പം ആയതിനു ശേഷം എന്തായാലും ലൈഫിൽ കുറെ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ സെലിബ്രേഷൻ ടൈമും കുറെ ഡിഫറൻസ് ഫീൽ ചെയ്യുമല്ലോ. അത് എന്തൊക്കെ തോന്നിയിട്ടുണ്ട് ക്രിസ്മസ്? പ്രത്യേകിച്ചൊന്നുമില്ല, അന്ന് എങ്ങനെയായിരുന്നു ആ ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസ് ന്യൂ ഇയറിന് ശരിക്കും ഹോം ബേക്കേഴ്സിനൊക്കെ ഒരു ചാകര ടൈം ആയിരിക്കും. അങ്ങനെ ഈ ഒരു ക്രിസ്മസിന് എന്താണ് പുതിയതായിട്ട് ചെയ്യണമെന്നുണ്ട്. ഇപ്പം നമ്മള് ഇച്ചിരി വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ വീട്. അപ്പൊ അതിന്റെ ഒരു ഇതായതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നില്ല. സ്പെഷ്യൽ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ വീട് മാറുന്നതിന്റെ ആ ഒരു ഇതിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പൊ നമ്മൾ ലൈറ്റ്, ഇപ്പൊ എനിക്ക് 2 ചാനലുണ്ട്. അപ്പൊ 2ലും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് സെറ്റിങ് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിട്ട് ആകെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതെല്ലാം കൂടെ എടുത്ത് കിച്ചണിൽ കൊണ്ടുവരണം, പിന്നെ അവിടെ നിന്ന് എല്ലാം കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ കുറച്ചൊന്ന് മാറ്റി ഇങ്ങനെ വെച്ചിരിക്കുക. ഇനി വീട് മാറിയിട്ട് വേണം ഫുള്ള് സെറ്റിങ്സ് ഒക്കെ 2ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആ ഒരു ഇതില്ലല്ലോ. എന്താ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത്? ബേക്കറായതുകൊണ്ട് കേക്ക് എന്ന് പറയുന്നത് വേറെ പറയണോ? അങ്ങനെ പ്രത്യേകിച്ച് കേക്ക് തന്നെയാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരും. കാരണം നമ്മുടെ ചാനലില് ക്രിസ്മസിനായിരിക്കും കൂടുതൽ കേക്ക് എല്ലാവരും സെർച്ച് ചെയ്ത് വരുന്നത്. ആ സമയത്ത് ഒരുപാട് ഇടുമായിരുന്നു. മുന്നേ ഉള്ള വർഷങ്ങളിലൊക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടുകൊണ്ട് വരുന്നതാണ്. ഞാനൊരു 1.5 വർഷം സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എന്താ അതിന്റെ റീസൺ ആർക്കും ഇപ്പോഴും അറിയത്തില്ല. എന്തുകൊണ്ടാ ചാനൽ നിർത്തിയത്, ചാനൽ നിർത്തിപ്പോയോ, സുമിക്ക് എന്ത് പറ്റി, ഇങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. നമ്മൾ സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തത്. അത് മാത്രമല്ല, നമ്മുടെ ലോക്ക്ഡൌൺ സമയത്ത് ഏറ്റവും പോപ്പുലാരിറ്റി ആയിട്ട് നിന്നൊരു സംഭവമാണ് കേക്ക്. ഒരുപാട് പേര് ഇറങ്ങി, ഹോം ബേക്കേഴ്സ് ആണെങ്കിൽ ഒരുപാട് ഇറങ്ങിയ ഒരു ടൈമാണ്. അന്നൊക്കെ കേക്ക് എന്ന് വെച്ചാൽ നല്ല വ്യൂസ് വരുന്നത്. നമ്മുടെ ആ ചാനലൊക്കെ നല്ല ഹൈ ലെവലിൽ പൊക്കോണ്ടിരുന്നതാണ്. എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അപ്പോഴേക്ക് നമ്മുടെ ചാനൽ നല്ല റീച്ചിൽ വന്നോണ്ടിരുന്നത്. പിന്നെ 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 ഒരുപാട് ചാനൽ വരാൻ തുടങ്ങി. ഞാൻ ഡെയിലി 2 കേക്ക് ഉണ്ടാക്കും. ഡെയിലിയോ? അത് എനിക്ക് 2 ചാനലുണ്ട്. സുമീസ് വ്ളോഗ് എന്ന് പറയുന്ന ചാനലുണ്ട്, സുമീസ് ടേസ്റ്റ് കിച്ചനും ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കോമൺ ആയിട്ട് മിക്ക വീഡിയോസ് ഇടും. അപ്പം ഞാൻ സുമീസ് വ്ളോഗിൽ വിചാരിച്ച് കേക്ക് മാത്രം ഒരു ബേക്കിംഗ് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട്
അങ്ങനെ തുടങ്ങിയ ചാനൽ. അത് ഒരുപാട് ഇപ്പോഴും ഉണ്ട്, വീഡിയോസ് എല്ലാം കിടപ്പുണ്ട്. ബേക്കിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിൽ കയറി നോക്കിയാൽ മതി. ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരു സബ്സ്ക്രൈബേഴ്സ് 2, പിന്നെ അത് 500 ആവുന്ന 1000 ആവുന്ന, ഇപ്പോൾ 1 മില്യൺ കഴിഞ്ഞ് നിൽക്കുവാണ് സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ആ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. അത് ഫസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് 2 ദിവസം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ 0 വ്യൂസ്. അങ്ങനെ പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഇതാണെങ്കിൽ നമുക്ക് പേജസ് ഉണ്ട്, അതിൽ ഷെയർ ചെയ്താൽ നമുക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഫേസ്ബുക്ക് എനിക്ക് ഇല്ലായിരുന്നു ആ സമയത്ത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഫേസ്ബുക്ക് പിന്നെ എടുത്തതിന് ശേഷം പിന്നെ പേജുകളുണ്ട്, അതെല്ലാം ഓപ്പൺ ചെയ്തിട്ട് ഇത് ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് വ്യൂസ് ആയി. കേക്ക് ആയതുകൊണ്ടും ഈ ഒരു സംഭവം ഫസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തതുകൊണ്ടും എൻ്റെ ചാനലിൽ വ്യൂസ് കയറി വന്നത്. ഞാൻ ആദ്യം കേക്ക് ഇട്ടു, ചെറിയ ബ്യൂട്ടി ടിപ്സ് ഇടുമായിരുന്നു, പിന്നെ ക്രാഫ്റ്റ് ഒക്കെ എല്ലാം കൂടെ മിക്സിംഗ് ആയിട്ടാണ് ഞാൻ ഇട്ടോണ്ടിരുന്നത്. അപ്പോഴേ കേക്ക് ഇട്ടപ്പോഴത്തേക്ക് ഭയങ്കര വ്യൂസ്. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് എൻ്റെ ഒരു വഴി. അപ്പൊ പിന്നെ അതിലൂടെ തന്നെ മുന്നോട്ട് പോകാന്ന് വിചാരിച്ചിട്ട് ഫുള്ള് പിന്നെ കേക്ക് ഇടാൻ തുടങ്ങി. ഒരു ദിവസമൊക്കെ 1000-2000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി. കുറേ കഴിഞ്ഞിട്ട് നമ്മൾ 2, 3, 4 മാസം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ റീച്ച് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. നമ്മൾ കഷ്ടപ്പെട്ട് ഡെയിലി വീഡിയോസ് ഇടണം. യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനെ നിർത്തി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പറ്റില്ല, ചാനൽ അവിടെ സ്റ്റോപ്പ് ആവും. ഡെയിലി കഷ്ടപ്പെട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ നമുക്ക് അത്രയും എത്തിപ്പെടാൻ സാധിക്കും. എനിക്ക് പറ്റിയെങ്കിൽ എല്ലാവർക്കും പറ്റും. ഓക്കെ, ഇപ്പൊ എത്ര നാളായിട്ട് ഈ ഒരു യൂട്യൂബ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ട് സക്സസ്ഫുൾ ആയിട്ട്? ഒരു 6-7 വർഷമായി. 7 വർഷം കൊണ്ട് ഒരു 1 മില്യണിൽ കൂടുതൽ ആൾക്കാരെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എടുത്തു. 945K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ചാനൽ നിർത്തി. ഓക്കെ, അത് വേറൊരു ചാനൽ തുടങ്ങാൻ വേണ്ടിയാണ് നിർത്തിയത്. പക്ഷെ ഒരുപാട് പേർക്കും അത് അറിയില്ല. ഓക്കെ, അത് നമ്മുടെ ചാനലിലൂടെ. ഇപ്പോൾ ആദ്യ യൂട്യൂബ് ചാനൽ, ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ, ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ കേക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. എല്ലാം ആദ്യത്തെ കുറച്ച് സ്പെഷ്യലാണ്. അതേപോലെ തന്നെ ആയിരിക്കും ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം. ഓക്കെ, സ്വന്തമായിട്ട് നമ്മുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം. അപ്പം എത്രയായിരുന്നു ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ആ ഒരു എമൗണ്ട്? ഓർമ്മയുണ്ടോ എത്രയായിരുന്നു? തീർച്ചയായിട്ടും 8000 രൂപ. ഓക്കെ, അതെന്ത് ചെയ്തേ? എന്താ ചെയ്തേന്ന് വെച്ചാൽ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ചെയ്തില്ല. എന്താ ചെയ്തേ നമ്മളിപ്പോ ചിലത് ഇഷ്ടമുള്ള കാര്യം നമ്മുടെ പാരന്റ്സിനൊക്കെ കൊടുക്കുമല്ലോ. എൻ്റെ വീട്ടിലാണെങ്കിൽ ഇക്കാടെ വീട്ടില് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 8000-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നിലവിൽ 1 മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ നിലവിൽ ഇപ്പൊ എത്ര വരുമാനം ഉണ്ടാക്കുന്നുണ്ട് സുമീസ് ടേസ്റ്റ് കിച്ചൺ? ടേസ്റ്റി കിച്ചണിലെ വരുമാനം കേട്ടാൽ നിങ്ങൾ ഞെട്ട്. ഇപ്പോഴും 8000, 9000 ആ ഒരു റേറ്റിലാണ് സുമീസ് ടേസ്റ്റി കിച്ചണിൽ നിന്ന് വരുന്നത്. അല്ല, മിക്കവരുടെ ഒരു വിചാരം എന്ന് വെച്ചാൽ 1 മില്യൺ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ വാരിക്കൂട്ടി ഓരോരുത്തർ കണക്ക് വെച്ചിട്ട് ഇത്ര സബ്സ്ക്രൈബേഴ്സിന് ഇത്ര രൂപ. ശരിക്കും സബ്സ്ക്രൈബേഴ്സിനല്ല നമുക്ക് പൈസ കിട്ടുന്നത്, നമുക്കറിയാം. വ്യൂസിനാണ് നമുക്ക്, വ്യൂസിനും അല്ല നമുക്ക് അതിൽ നിന്ന് ആഡ്സ് വരുന്നതിനാണ് നമുക്ക് പൈസ കിട്ടുന്നത്. പക്ഷെ ചിലവര് തെറ്റിദ്ധരിക്കുന്നതാണ്. നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഇത്ര രൂപയെന്ന് നിശ്ചയിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ചോദിച്ചിട്ടുണ്ട്, 1 ലക്ഷത്തിന് നിങ്ങൾക്ക് 50,000 കിട്ടും. അപ്പം 1 മില്യൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര. അതുകൊണ്ട് വാടകയ്ക്ക് ഇപ്പൊ താമസിക്കുന്നത്, അത്രയും കിട്ടുന്നതുകൊണ്ട്. പക്ഷെ ശരിക്കും ഇതൊരു ഞെട്ടലാണ്. 1 മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾക്ക് 8,000-9,000 രൂപയാണ്. ഷോർട്സ് ആണല്ലോ ഇപ്പൊ ട്രെൻഡിങ്. ഷോർട്സിന് വ്യൂസ് ഉണ്ട്, പക്ഷെ നല്ല എത്ര വ്യൂസ് കിട്ടിയാലും മിക്ക വീഡിയോസ് എനിക്ക് ഒരു 2 മില്യൺ 3 മില്യൺ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ചിലത് 1 മില്യൺ ആവാറുണ്ട്. കുക്കിംഗ് വീഡിയോസിന് 1 മില്യൺ വരെ വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. വീണ്ടും ഇടണം. ഞാനിപ്പോ ഓൾഡ് വീഡിയോസ് ഒക്കെ അത് കാണാത്ത ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഞാനിപ്പോ ഷോർട്സ് ആക്കിയിട്ട് കേക്കിന്റെ വീഡിയോസ് ഒക്കെ അങ്ങനെ ഇടുന്നുണ്ട്. അതുകൊണ്ട് നല്ല വ്യൂസ് വരുന്നുണ്ട്, നല്ല വ്യൂസ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം ആദ്യ സമയങ്ങളിൽ സുമി ഫേസ് കാണിക്കാതെ സൗണ്ട് മാത്രം വെച്ചിട്ടായിരുന്നു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ഏതൊരു മൊമെന്റിലാണ് ഓക്കെ ഇനി ഫേസ് കാണിക്കുക, എന്നെ എല്ലാവരും അറിയട്ടെ, ഞാനാണ് ഇതിന്റെ അമരക്കാരി എന്നുള്ള ഒരു തോന്നൽ വന്നത് എപ്പോഴായിരുന്നു? ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴത്തേക്ക് എല്ലാവരും ഫേസ് കാണിക്കുന്ന വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ നമുക്കും ഒന്ന് റിവീൽ ചെയ്യാന്ന്. എത്ര വീഡിയോ എടുത്തെന്ന് എനിക്കതിനെ അറിയത്തില്ല. എന്ന് വെച്ചാൽ ഫസ്റ്റ് എനിക്ക് ക്യാമറ ഫേസ് ചെയ്തിട്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറേ വീഡിയോസ് എടുത്ത് ഒന്നും എനിക്ക് ശരിയായിട്ട് എനിക്ക് ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഭയങ്കര ക്യാമറ ഫിയർ ആയിരുന്നു. പിന്നെ ഞാൻ ഉറപ്പിച്ചു, വേണ്ട, വീഡിയോ നേരിട്ട് വന്ന് ചെയ്യേണ്ട, എനിക്ക് പറ്റുന്നില്ല എന്നെ കൊണ്ട്. പിന്നെ എന്തോ കുറേ വട്ടം ട്രൈ ചെയ്തിട്ട് പിന്നെ ഒരിക്കൽ വീണ്ടും വീഡിയോ ചെയ്തു, വീഡിയോ ഇട്ട്, കുഴപ്പമില്ലായിരുന്നു.
പിന്നെ ഈ നമ്മൾ ഈ കുക്കിംഗ് ചെയ്യുമ്പോഴും നേരിട്ട് ഇങ്ങനെ വന്ന് നിന്നിട്ട് ചെയ്യുമ്പം അത്രയും ബുദ്ധിമുട്ടാണ്. അതെ അതെ. നമ്മളിങ്ങനെ നല്ല ഡ്രസ്സിലൊക്കെ എല്ലാം വന്ന് നിൽക്കാൻ പറ്റും. ഒരുങ്ങി വരുമ്പോൾ തന്നെ നമ്മള് കുഴയും. എന്നിട്ട് പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നല്ല ടയേർഡാവും. പിന്നെ നമ്മള് ഫേസ് കാണിക്കാണ്ട് തന്നെ റെസിപ്പീസ് ഒക്കെ ഇടാന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോന്ന് വെച്ചാല് ഫേസ് കാണിച്ചാലേ വീഡിയോസ് നല്ല ഹൈലോട്ട് റീച്ച് ആവുന്നുള്ളൂ. ഇപ്പം ഈ ഫേസ് കാണിച്ചതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ ആദ്യമായിട്ട് തിരിച്ചറിയുന്ന ആ ഒരു മൊമെന്റ് ആണോ? ഇപ്പൊ എല്ലാരും തിരിച്ചറിയും അഫ്കോഴ്സ്, ഇപ്പൊ ഒരു നോർമൽ ആയിട്ട്. പക്ഷെ ആദ്യ സമയത്തേക്ക് ആ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് പേടിയായിരുന്നു. എനിക്കറിയത്തില്ല. ഇത് ഞാനൊരു ബേക്കിങ്ങിന്റെ ഒരു കട പരിചയപ്പെടുത്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കടയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഒരുപാട് വരുന്നത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സാ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് പേര് തിരിച്ചറിയും. ശരിക്കും അവരെക്കായി എക്സൈറ്റ്മെന്റ് ആവുന്നതും പേടിക്കുന്നതും ഞാന്. ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം പേടിയൊന്നുമില്ല, ഭയങ്കര സന്തോഷമാണ്. ഇത്രയും പേര് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ എവിടെ പോയാലും ഒരാളെങ്കിലും എന്ന് ചോദിക്കും. അതൊക്കെ ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു ഒരു 17-18 വയസ്സിലൊക്കെ പെൺകുട്ടികൾ നമ്മൾ സാധാരണ അടുത്തത് എന്ത് പഠിക്കണം, ഏത് കോളേജിൽ ചേരണം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അങ്ങനെ ചിന്തിച്ച് നടക്കുന്ന ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കുക. കല്യാണം എന്ന് പറയുന്നത് ഏത് സമയത്താണെങ്കിലും റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കുക, വേറൊരു കുടുംബത്തിലേക്ക് പോവാം, അത്ര ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി, ഒരു വൈഫ് എന്ന് പറയുന്ന ഒരു സ്ഥാനം ഏറ്റെടുക്കുക. അപ്പം അതിൽ നിന്ന് ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയായിരുന്നു അതൊക്കെ തരണം ചെയ്ത് ഇവിടെ എത്തിയത്? എല്ലാ കുട്ടികളും പഠിച്ച് ഒരു എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. എനിക്ക് സയന്റിസ്റ്റ് ആവണം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആഗ്രഹം അതായിരുന്നു, കുഞ്ഞിലെ മുതലുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് പഠിത്തം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഞാൻ ഇതിലും മെലിഞ്ഞിട്ടായിരുന്നു അന്ന്, നല്ല മെലിഞ്ഞിട്ടായിരുന്നു. അപ്പം പൊതുവെ എല്ലാവരും ഉമ്മയാണെങ്കിൽ കുറ്റപ്പെടുത്തുമല്ലോ. ഇപ്പം എൻ്റെ ഉമ്മ കുറ്റക്കാരിയാണല്ലോ, എൻ്റെ വാപ്പ കുറ്റം, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ സമൂഹം അങ്ങനെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പെൺകുട്ടികളായി കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ അവർക്ക് മുഖ്യമായിട്ട് അവർ കാണുന്നില്ല. അവർക്ക് കെട്ടിച്ച് വിടുക എന്നുള്ളൊരു ഇതാ. ചിലപ്പോൾ ഈ സ്ത്രീധനം വിചാരിച്ചിട്ടായിരിക്കാം പഠിക്കാൻ ഇത്ര രൂപ വേണം, അല്ലേ, ഇത്ര പൈസ വേണം, അപ്പം ആ ഒരു പൈസ ഉണ്ടെങ്കിൽ കെട്ടിച്ച് വിടാലോ എന്നുള്ളൊരു തോട്ട്സ് അവർക്ക് വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ എനിക്ക് നല്ല മെലിഞ്ഞിട്ടായിരുന്നു. എന്നാൽ പിന്നെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് വണ്ണിപ്പിക്കുക, അല്ലെങ്കിൽ കുക്കിംഗ് ഒന്നും അറിയത്തില്ല, അപ്പം അതെല്ലാം ഒന്ന് പഠിപ്പിക്കാം, 18 ആകുമ്പോൾ കെട്ടിച്ചിടണ്ടേ എന്നുള്ള ഇതിലാണ് 10ാം ക്ലാസ്സിലെ പഠിത്തം കഴിഞ്ഞത്. അപ്പം അവിടെ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചതാണ്. പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹവും ഉണ്ടായിരുന്നു, മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിൽ ആ ഒരു ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ആരെന്ത് പറഞ്ഞാലും അനുസരിച്ചിട്ട് അങ്ങനെ വീട്ടുകാരെന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട്. തോന്നുന്നു ഇപ്പൊ പെൺകുട്ടികളിൽ മാത്രമല്ല, ആൺകുട്ടികളാണെങ്കിൽ നമ്മൾക്കൊരു പ്രായം കഴിയുമ്പോൾ മാതാപിതാക്കളെ അല്ലെങ്കിൽ ആശ്രയിക്കണം, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളൊരു തോന്നൽ വരും. ശരിക്കും ഭയങ്കര പാവമായിരുന്നു. ഇങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും വേറെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടാത്തത് കൊണ്ട് ഇങ്ങനെ അടക്കി വെക്കും. പഴയ കാര്യം പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. എല്ലാ ആൾക്കാർക്കും നമ്മൾ കടന്നു വന്ന ആ ഒരു സ്ട്രഗിൾസ് ആലോചിക്കുമ്പോൾ വിഷമം തോന്നും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു വിഷമം ഉണ്ടെങ്കിലും ഇതൊരു സന്തോഷത്തിന്റെ വിഷമാണ്. ആ സമയത്ത് നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും, പക്ഷെ ആ വിഷമങ്ങളൊക്കെ ഇപ്പൊ ഒരു സന്തോഷമായിട്ട് മാറി. സങ്കടം വരുന്നത് ആലോചിക്കുന്നു. പക്ഷെ ഇപ്പൊ പാരന്റ്സ് ഒക്കെ പ്രൗഡല്ലേ? പിന്നെ മകളെ എല്ലാരും തിരിച്ചറിയുന്നു പുറത്തിറങ്ങുമ്പോൾ. അവളുടെ വീഡിയോസ് അല്ലേ ഇപ്പൊ യൂട്യൂബ് തുറന്നാ കാണുന്നത്. അതൊക്കെ ഒരു ഹാപ്പിനെസ് അല്ലേ? നമ്മൾ ഒരിക്കൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ചിരിക്കും അതോർത്ത്. അങ്ങനെ 10ാം ക്ലാസ്സിലെ പഠിത്തം നിർത്തി ഒരു കല്യാണ പെണ്ണാവാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. അത് 9ാം ക്ലാസ്സിലായപ്പോഴേ തുടങ്ങി. അത് സൊസൈറ്റിക്ക് ഉള്ളൊരു ഇതാണ്. പെൺകുട്ടി കുറച്ച് വളർന്നു കഴിഞ്ഞാൽ കെട്ടിക്കാനായല്ലോ. എന്റെ കല്യാണം ഇതെനിക്ക് വേറൊരാളായിട്ട് ആലോചിച്ച് വെച്ചിരുന്ന, അത് റീസൺ ഒന്നും പറയുന്നില്ല, അവർക്ക് എന്താ സങ്കടാവത്തി. പക്ഷെ ഒന്ന് ലൈഫിൽ നിന്ന് പോയാൽ അതിലും നല്ലത് വരാനായിരിക്കും. അതെ അതെ. അങ്ങനെയല്ല ഇപ്പോൾ ഉള്ള ഹസ്ബൻഡിന്റെ പേരെന്താ? നൗഫൽ. നൗഫൽ വന്നില്ലേ? നൗഫൽ വന്നാണ് എല്ലാം മാറിയത്. അല്ല, നമ്മളിപ്പം എന്താ പറയുക, നമ്മള് എന്ത് തുടങ്ങിയാലും നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ആരും കൂടെ കാണത്തില്ല. ഇല്ല. ആ സമയത്തും ഇക്കായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അല്ല, ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പുറകിലും സ്ത്രീ ഉണ്ടെന്ന് പറയുന്ന പോലെ ചില സ്ത്രീകളുടെ വിജയത്തിന്റെ പുറകിൽ ചില പുരുഷന്മാരുണ്ടാവും. ഹസ്ബൻഡ് ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം, അച്ഛനായിരിക്കാം. പക്ഷെ ഇത് ആർക്കും കിട്ടാത്ത ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. വീട്ടിലെ സാഹചര്യം
കല്യാണം വീട്ടിലെ മുടങ്ങി. സാഹചര്യം നമ്മൾ സാധാരണ ഒരു കുടുംബത്തിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കരുതെന്ന് തോന്നിയത്. ഒരു 2 സെന്റെങ്കിലും വേണമെന്ന് എൻ്റെ പാപ്പാക്കും ഉമ്മാക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ നമ്മുടെ ആഗ്രഹവും കൂടി അവിടെ പറഞ്ഞിട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുതെന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ കല്യാണം അങ്ങനെ കല്യാണം ഫിക്സ് ചെയ്തു. 18 വയസ്സിൽ പഠിത്തവും നിർത്തി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ TTCക്ക് പോയിട്ടുണ്ടായിരുന്നു. TTCക്ക് പഠിച്ചുകൊണ്ടിരുന്ന് എക്സാം എഴുതിയില്ല. അതിനു മുന്നേ അടുത്ത ആലോചന വന്നു. ഓക്കെ, ഷിക്ക ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. പക്ഷെ കല്യാണം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാല് ജീവിതം എന്താന്ന് പഠിച്ചത്. ഒരുപാട് പാഠങ്ങൾ പഠിച്ച്, ഒരുപാട് അനുഭവങ്ങൾ വന്ന്. പക്ഷെ ഇക്ക എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾക്ക് ആരും നമുക്കില്ലെങ്കിലും കുഴപ്പമില്ല, ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ അല്ലേ നമുക്കതൊരു ഭയങ്കര സപ്പോർട്ട്. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും ഇക്ക അടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അന്നും ഇന്നും. ഫസ്റ്റ് കുട്ടി ബേബി വരുന്ന ഒരു സമയത്ത് കുറേ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ചില കമൻസ് അതിൽ ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളും 2, 3, 4 പ്രസവിച്ച ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല, അങ്ങനെയും ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാരാണ്. അപ്പം ശരിക്കും ആ സമയത്ത് എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ മനസ്സിലാക്കേണ്ട, പല സ്ത്രീകൾക്കും പല രീതിയിലായിരിക്കും അല്ലെ, പല ഏജിൽ കല്യാണം കഴിക്കുന്നവരായിരിക്കും. 16-ലും 14-ലും കല്യാണം കഴിച്ച പെൺകുട്ടികളുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും വരുന്നത്. ചിലവർക്ക് ഭയങ്കര ഡിപ്രഷൻ ആവാം, ചിലവർക്ക് ഒന്നും ഇല്ലാണ്ടിരിക്കാം. എല്ലാ അമ്മമാരെന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റേജിൽ ഡിപ്രഷൻ വരാത്തവർ ചുരുക്കമായിരിക്കും അല്ലേ. ആ ഒരു സമയത്താണ് എനിക്ക് ഈ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയും കൂടെ വന്നത്. അത് അനുഭവിച്ച ആൾക്ക് മാത്രമേ അത് എന്താ പറയുക മനസ്സിലാക്കാൻ കൂടുതൽ മനസ്സിലാവുള്ളൂ. കേൾക്കുന്ന ആൾക്ക് അത്രയും വരത്തില്ല. കേൾക്കുന്നവരെ വരെ പേടിക്കുന്നുണ്ട്. അപ്പൊ അനുഭവിച്ച ഒരാളുടെ കഥ ഊഹിക്കാലോ. ഓക്കെ, സ്ലീപ്പ് പാരാലിസിസ് ഞാൻ സത്യം പറഞ്ഞ ഈ കേട്ട് പേടിക്കുന്നെന്ന് പറഞ്ഞാൽ അതിലൊരാൾ ഞാൻ തന്നെയായിരിക്കും. കാരണം ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി ഞെട്ടലോടും കൂടിയാണ് കേട്ടിരിക്കുന്നത്. ദൈവം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ, എന്താ ആ ഒരു സിറ്റുവേഷൻ, എന്താണ് ശരിക്കും സ്ലീപ്പ് പാരാലിസിസ്, എന്തൊക്കെയായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്ലീപ്പ് പാരാലിസിസ് എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് ഉറക്കക്കുറവ് മൂലവും ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കാത്തത് കൊണ്ടും ഒക്കെ വരുന്ന ഡിപ്രഷനും സ്ട്രെസ്സും എല്ലാം കൂടെ വരുമ്പോൾ വരുന്ന ഒരു സംഭവമാണ്. അതുപോലെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിലും ഈ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു എനിക്ക് പിന്നെ ഇത്തിരി ഭേദമുണ്ടെന്ന്. ചിലവരുടെ ദേഹത്ത് ഇത് കയറി ഇരുന്നിട്ട് കഴുത്തൊക്കെ നെക്കി പിടിച്ച് ഉപദ്രവിക്കൂ എന്നാണ് പറയുന്നത്. എനിക്ക് ഉള്ള എക്സ്പീരിയൻസ് ചിലവർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും എന്താണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് വരുന്ന ആ ഒരു സ്റ്റേജിൽ വരുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമുക്കെല്ലാം കാണാം, ചുറ്റിന് എന്തൊക്കെയുണ്ട് എല്ലാം അറിയാനും കേൾക്കാനും കാണാനും എല്ലാം പറ്റുകയും ചെയ്യും. സ്വപ്നമല്ല, നമ്മൾ റിയലായിട്ട് കാണുകയാണ്. പക്ഷെ സയന്റിഫിക് ആയിട്ട് അത് പറയുന്നത് സ്ലീപ്പ് പാരാലിസിസ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന എന്തോ ഒരു ഇല്യൂഷൻ, നമ്മുടെ അടുത്തേക്ക് ഒരു കറുത്ത ഒരു രൂപം വരുന്ന ഒരു പ്രതിഭാസമാണ്. ഞാൻ രണ്ടാമത്തെ മോനെ പ്രസവിച്ചതിന് ശേഷമാണ് എനിക്കിത് സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിയത്. ആദ്യത്തെ മോനെ പ്രഗ്നന്റ് ആ ഒരു ടൈമിൽ ഞാൻ 3 പ്രാവശ്യം ഇത് കണ്ടു. ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കടെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വരും. ഈ കറുത്ത രൂപം വരുന്നെന്ന് പറഞ്ഞല്ലോ, ശരിക്കും ഇത് എന്താ, മനുഷ്യരൂപമാണോ അല്ലെങ്കിൽ നിഴലാണോ, എന്താണ് ശരിക്കും? നിഴല്. ശരിക്കും ഒരു മനുഷ്യരൂപം ഫുള്ള് കറുപ്പടിച്ച് വെച്ചാൽ അങ്ങനെ ഇരിക്കും. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. ഫുൾ അല്ലെങ്കിൽ കണ്ണ് മൂക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഫുള്ള് ഒരു മനുഷ്യരൂപം, ഒരു ഫുള്ള് കറുത്തൊരു നിഴല്. നമ്മളിങ്ങനെ, എനിക്ക് പകൽ ഉറക്കം വരില്ല. ഷിക്കയുടെ വീട്ടിലെല്ലാവരും പകൽ സമയത്ത് കിടന്ന് ഉറങ്ങുന്നവരാ. മിക്കപ്പോഴും സ്റ്റാളിൽ പോണ സമയത്തും ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ഞങ്ങൾ മേളിലത്തെ റൂമിലാണ്. ആ സമയത്ത് ഞാൻ സ്റ്റെപ്പ് കയറി മേളിൽ പോയി കിടക്കും. എനിക്ക് ഉറക്കം വരില്ല. അങ്ങനെ കിടന്ന് പകൽ എനിക്ക് ഉറക്കം വരില്ല, രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു വട്ടം ഇങ്ങനെ കിടന്ന് എപ്പോഴും എൻ്റെ കണ്ണിങ്ങനെ മയങ്ങി, എൻ്റെ കണ്ണത് ഇങ്ങനെ പകുതി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ സാധനം എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. ആ രൂപം. അപ്പം എനിക്കെല്ലാം കാണാം, ക്ലോക്ക് കിടക്കുന്നുണ്ട്, ടൈം കാണാം, എല്ലാം എനിക്ക് ചുറ്റും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് എൻ്റെ അടുത്ത് വന്ന് നിന്ന് നമ്മളെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തും. പിന്നെ അതിൻ്റെ ബാക്കിൽ കൂടി ഇങ്ങനെ വല്ലാണ്ട് പുക പോകുന്ന കണക്ക്, അതും കറുപ്പ് തന്നെ, ഫുൾ ബ്ലാക്ക്. ഈ ജിന്ന് അങ്ങനെയാണോ? എനിക്കറിയില്ല. ജിന്നാണോ എനിക്ക് അല്ല. ആ സമയത്തൊക്കെ ശരിക്കും ഞാൻ വിചാരിച്ച എന്തോ പിശാച് അങ്ങനെ നമ്മൾ വിചാരിക്കും. ഇപ്പൊ എന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ആ ഒരു രീതിയിലെ ചിന്തിക്കും. അങ്ങനെ കണ്ട് പേടിച്ച് പിന്നെ എനിക്ക് മേളിൽ പോയി. ഞാൻ ഇക്കായി മാത്രമേ ഉള്ളൂ മേളില്, ബാക്കി എല്ലാവരും താഴത്തെ റൂമില്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോവാൻ എനിക്ക് പിന്നെ പേടിയായി. ഞാൻ എല്ലാവരും കിടക്കുന്ന സമയത്ത് ഇക്ക കാണില്ല മിക്ക ദിവസങ്ങളിലും. എക്സിബിഷൻ ഫീൽഡിൽ വർക്ക്. അപ്പം
പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പൊ ഇക്ക കാണാത്ത സമയത്ത് ഞാൻ പിന്നെ മോളിൽ പോയി കിടക്കില്ല, താഴെ വന്നിരിക്കും. അല്ല, ഇതപ്പോ ഉപദ്രവിക്കുമോ നമ്മളെ? എന്നെ ഉപദ്രവിച്ചിട്ടില്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്ന് ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തും, അല്ലാണ്ട് കൈയൊക്കെ ഇങ്ങനെ കാണിച്ച് ഭയപ്പെടുത്തും ഇങ്ങനെ. പിന്നെ ഒരു പുകയും ഇങ്ങനെ കറുത്ത പുക ഇങ്ങനെ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ഇസ്ലാമിൽ ഇങ്ങനെ ആയത്ത് കുറിച്ച് ഓതിയാല് ശൈത്താനൊക്കെ ആണെങ്കിൽ അത് പോകുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഓതി കിടക്കും 10ഉം 12ഉം പ്രാവശ്യമൊക്കെ. എനിക്കറിയാം, ഓതുന്നതൊക്കെ എനിക്കറിയാം മനസ്സിൽ. ഇത് വരുന്ന സമയത്ത് ഫുള്ള് നമുക്ക് എണീക്കാൻ പറ്റില്ല. നമ്മളൊരു ചങ്ങല വെച്ചിട്ട് ബന്ധിക്കുന്ന ഒരവസ്ഥയാ. ഫുള്ള് കൈയും കാലും ഒക്കെ മരവിച്ച് നമ്മളിങ്ങനെ കിടക്കുക. എണീക്കാൻ പറ്റില്ല, കൈ വെക്കാൻ പറ്റില്ല, കാല് മിണ്ടാൻ പറ്റില്ല. മിണ്ടാൻ നമ്മളിങ്ങനെ ശ്രമിക്കും, പക്ഷെ ഒന്നും പുറത്ത് വരത്തില്ല. ഓക്കെ. അല്ല, ഇപ്പൊ ഹസ്ബൻഡ് കൂടെ ഉണ്ട്, ആ ഒരു സമയത്താണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നതെങ്കിൽ ഹസ്ബൻഡിന് അത് ഫീൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. നമുക്ക് മാത്രം? എനിക്ക് മാത്രം. അത് ഞാനിങ്ങനെ വിചാരിച്ചു ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ടാന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത്തെ പ്രഗ്നന്റ് ആയി 9 മന്ത് ഒക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും ഇത് ഞാൻ ഒരു വട്ടം കണ്ട്. അതിനുശേഷം പിന്നെ പ്രസവിച്ചു. അതിനുശേഷം പിന്നെ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങി. ഈ സാധനം എത്ര സമയം ഉണ്ടാവും? ആ ഒരു 5-10 മിനിറ്റ് ഒക്കെ. അത് കഴിയുമ്പോൾ അത് താനെ അങ്ങ് പോവുമല്ലോ സ്വാഭാവികമായിട്ട്. 10 മിനിറ്റേ കൂടെ കാണത്തുള്ളെങ്കിലും പിന്നെ ആ രാത്രി മൊത്തം നമുക്ക് നമ്മുടെ ഉറക്കം പോകും. ആ സമയത്ത് ഇങ്ങനെ അലറി കരയാറുണ്ടോ? ആ സമയത്ത് നമുക്കൊന്നും പറ്റില്ല. ഇത് പോയി കഴിയുമ്പം അലറി ചാടി എണീക്കും. ഇത് പോയി കഴിഞ്ഞാൽ ഞാനിത് എല്ലാവരുടെ പറഞ്ഞു തോന്നലാന്നാ പറഞ്ഞത്. എല്ലാവരും അങ്ങനെ പറയാം, ആരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളാണെങ്കിലും വിശ്വസിക്കില്ല. ഒരു സാധനം ഇങ്ങനെ നേരിട്ട് കാണുന്നെന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല. സ്വപ്നം എന്നേ എല്ലാവരും അതിനെ വിശ്വസിക്കാൻ ശ്രമിക്കുള്ളൂ. പിന്നെ ഒരുപാടൊക്കെ ആയപ്പോൾ എന്നെ ഏറ്റവും അടുത്തറിയാവുന്നവരൊക്കെ വിശ്വസിക്കുന്നുണ്ട് തുടങ്ങി. ഇതിനപ്പം എങ്ങനെ ട്രീറ്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നിലവിൽ ഇപ്പൊ അത് അനുഭവിക്കണോ? ഇല്ല, ഇപ്പം ഒരുപാട് നാളായിട്ട് ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാകും ഇതിനെക്കുറിച്ച് അറിയാം. ഇത് സ്ലീപ്പ് പാരാലിസിസ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മളെ പറഞ്ഞ് ഇപ്പൊ അത് അനുഭവിക്കുന്നവർ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് കമന്റ് ബോക്സിൽ വന്ന്. നമ്മൾ ഈ ഉറക്കവും കറക്റ്റ് ആക്കി ഫുഡ് കറക്റ്റ് സമയത്ത് കഴിച്ചിട്ട് സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീഫ് ചെയ്ത് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാണ്ടിരിക്കുക. ഇത് നമ്മുടെ അടുത്ത് വരുമോ എന്നുള്ള ചിന്തയാണ് ഇത് വരുന്നവർക്ക്. അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക മാക്സിമം. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മളെ മനസ്സിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സംഗതിയാണെന്ന് നമ്മൾ തന്നെ നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ ബ്രെയിൻ നമ്മൾ എന്താണ് പറഞ്ഞ് സെറ്റാക്കി അവിടെ കൊടുക്കുന്നത് അതാണ് ബ്രെയിൻ വിശ്വസിക്കുക. അപ്പം നമ്മളതിങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ പകുതി നമുക്ക് തന്നെ മാറ്റാൻ പറ്റും. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത് നന്നായിരിക്കും. സുമി അപ്പം എങ്ങനെയാ ഇതിന്ന് റിക്കവർ ചെയ്തത് ശരിക്കും ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറിയതിന് ശേഷം എനിക്ക് പേടിയായി. എനിക്ക് അറിയത്തില്ലെന്ന് ഇത് സ്ലീപ്പ് പാരാലിസിസ് ആണെന്ന്. അപ്പം എൻ്റെ മനസ്സിൽ ഇതെന്തോ ശൈത്താനാണ്. അപ്പം ഞങ്ങൾ വീട് മാറുന്ന സമയത്ത് ഞാൻ മനസ്സിലാച്ചേ കൂടെ ഇനി വരുമോ, ഇതിന് കൂടെ വരുമോ എന്നൊക്കെയുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ വീട്ടിൽ പോയതിന് ശേഷം എനിക്ക് പിന്നെ വേറൊരു പ്രശ്നം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇതുവരെ അങ്ങ് പേടി മാറാൻ തുടങ്ങി. വീട്ടിൽ പോയി കുറച്ച് ദിവസം ആയപ്പോഴത്തേക്ക് ഇത് വരുന്നില്ല. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ തന്നെ വിശ്വസിച്ച് ഇനി വരില്ല, അത് അവിടെ തന്നെ സ്റ്റേ ചെയ്തിരിക്കും. അങ്ങനെ വിശ്വസിച്ച് പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. ഇതെന്തെങ്കിലും മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആണോ? ഒരു വട്ടം കൂടെ വന്നിട്ടുണ്ട്, കുറെ വർഷങ്ങൾക്ക് ശേഷം വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ വന്നിരുന്നിട്ട് ഞാനിങ്ങനെ കിടക്കുക, ബെഡിൽ ഇങ്ങനെ കിടക്കുക, തിരിഞ്ഞിങ്ങനെ കിടക്കുക. അപ്പം എൻ്റെ അവിടെ ഞാൻ ഇങ്ങനെ കസേര ഇട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അടുത്ത് വന്നിരുന്നിട്ട് പേര് വിളിക്കുന്നതായിട്ട് സുമി എന്ന് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഉറക്കം പോയി. അല്ല, ഞാനങ്ങനെ അപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിക്കും എൻ്റെ മനസ്സ് ക്രിയേറ്റ് ചെയ്തെന്തോ ഒരു സംഗതിയാണെന്ന് വിചാരിക്കും. പിന്നെ സുമിയുടെ ഒരു പ്രത്യേകത കേട്ടത് ലെഫ്റ്റ് ഹാൻഡഡ് ആണ്. അതെ ഇപ്പോഴും യൂട്യൂബിൽ നിന്ന് തന്നെ കളിയാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴേ. ഇപ്പൊ ഞാൻ മിക്കതും ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ബാക്ക് ക്യാമറ ആണെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പൊ യൂട്യൂബിൽ നിന്ന് തന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇട്ടിട്ടൊന്നും പോയിട്ടില്ല, പണ്ട് മുതലേ കേൾക്കുന്നോണ്ട് എനിക്കത് പുത്തിരി അല്ലാതായി. എന്താ പറയാറ്? ലെഫ്റ്റ് ഹാൻഡ് അങ്ങനെ കളിയാക്കും ഓരോന്ന്, അയ്യേ എന്നൊക്കെ വെച്ചിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിലെ പല ഫേമസ് ആൾക്കാർ ലെഫ്റ്റ് ഹാൻഡഡ് ആണ്. പേര് ഞാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് എല്ലാം ലെഫ്റ്റ് ഹാൻഡ് ആണോ? അല്ല. എനിക്ക് ഈ കളിയാക്കൽ മൂലം ഞാൻ തന്നെ വിചാരിച്ചു ഇതൊന്ന് മാറ്റി റൈറ്റ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ അറിയാലോ. ഇപ്പം മസ്താനി വിചാരിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്കതാ പറ്റുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ എനിക്ക് റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് എല്ലാം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം ഈ കൈ വെച്ചിട്ട് ഇപ്പൊ രണ്ടും വാക്കായി. എഴുത്തൊക്കെ റൈറ്റ് ആണ്. എനിക്ക് ചില കാര്യങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ഇരിക്കും. ലെഫ്റ്റ് ഹാൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബോഡി ഷേമിങ് എനിക്ക് തോന്നുന്നു പല ആൾക്കാരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എന്താണെങ്കിലും കുറ്റം പറയും.
മെലിഞ്ഞിരുന്നാലും കുറ്റം പറയും, തടിച്ചാലും കുറ്റം പറയും, അതെ. നീളം കുറഞ്ഞാലും കുറ്റം പറയും, ഹൈറ്റ് ആണെങ്കിലും എല്ലാത്തിനും കുറ്റം കണ്ടെത്തും. നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് പോകുന്നതായിരിക്കും നമ്മുടെ തടിക്ക് നല്ലതല്ലേ. നമ്മളിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ടെൻഷനും ആവും, മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ് ആയിരിക്കും, ഒരു സമാധാനവും കിട്ടത്തില്ല. അതിനേക്കാൾ നല്ലത് ആലോചിക്കാണ്ടിരിക്കുക. മുമ്പ് ഇങ്ങനെ വണ്ണമില്ലാത്തതിന്റെ പേരിൽ എല്ലാവരും കളിയാക്കും, എന്താ വടിയില് ഉടുപ്പിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി കളിയാക്കല് കിട്ടിയിട്ടുണ്ട്. അപ്പോഴിങ്ങനെ വിഷമാവും, പിന്നെ പിന്നെ ശീലമായി. അപ്പൊ ഇപ്പൊ മുതൽ ബോഡി ഷേമിങ് മൈൻഡ് ചെയ്യണ്ടെന്നുള്ള ആ ഒരു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള തുടങ്ങിയതിന് ശേഷമായിരിക്കും. കാരണം പിന്നെ ചിന്തിക്കാനുള്ള സമയമില്ല, എന്ത് കണ്ടന്റ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ചിന്ത ആയതിനു ശേഷം ഇതൊന്നും ചിന്തിക്കാറില്ല. പക്ഷെ അതിന് മുന്നേ ഭയങ്കര സങ്കടമായിരുന്നു. ആ ഒരു സമയമൊക്കെ എങ്ങനെയായിരുന്നു മറികടന്നിട്ടുണ്ടായിരുന്നെ? മറികടന്നത് കരയുക, ഭയങ്കര സങ്കടം വരും, പെട്ടെന്ന് ഇമോഷണൽ ആവും, രാത്രി ആയിരിക്കും കരയുന്നത്. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണല്ലേ? എനിക്ക് തോന്നി. ഇപ്പൊ ബോഡി ഷേമിങ് അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും. അവരോടൊക്കെ എന്താ ഒരു സുമിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, എല്ലാവരും കളിയാക്കാൻ ചുറ്റും ഒരുപാട് പേര് കാണും, അതിലൂടെ അവരൊരു സന്തോഷം കണ്ടെത്തുന്നു, എന്തോ അവർക്ക് എന്തോ ഒരു ഹാപ്പിനെസ് അവർ അതിൽ കിട്ടുന്നുണ്ട് അവർക്ക്. നമുക്കത് സങ്കടമാവുന്നുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. ഒരു വൈറലായ ഒരു വീഡിയോ ഉണ്ട്, നമുക്ക് അത് കാണിച്ചിട്ട് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോ നവ്യ നായർ കണ്ടാലോ? അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ന്യൂസിലും വന്നു, നവ്യ നായരും ഷെയർ ചെയ്തു എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ എവിടെ നിന്നാണ് ഇത്രയും ഡിഫറെന്റ് യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ വന്നത്? നമ്മുടെ ഇംഗ്ലീഷിലും ഹിന്ദിയൊക്കെ ഓൾമോസ്റ്റ് ഇതുപോലുള്ള വീഡിയോസ് ഇടാൻ ഞാൻ കണ്ടു. എനിക്ക് ബാർബി എനിക്ക് കുഞ്ഞിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പോഗോ ചാനലിൽ അപ്പൊ ഇതൊരെണ്ണം മേടിക്കണം എന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കണ്ടപ്പം നമ്മൾ മലയാളികൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്തുകൂടാന്ന് വെച്ചിട്ടാണ് ചാനൽ തുടങ്ങിയത്. ചാനൽ തുടങ്ങുമ്പോൾ ശരിക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇത്ര റീച്ച് ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ കുറച്ച് വീഡിയോസ്, ഞാൻ ആദ്യം വീഡിയോസ് ഇട്ടത് കുറച്ച് വലിയവർ കാണട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ സിനിമയുടെ മൂവീസ് കഥകളില്ലേ അത് എടുത്തിട്ട് നമ്മളിങ്ങനെ ഓരോ എപ്പിസോഡായിട്ട് ഇട്ട് തുടങ്ങി. പിന്നെ കുഞ്ഞു കുട്ടികളും കാണുന്നെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങനത്തെ കഥ കൊച്ചുങ്ങൾക്ക് അത്ര ഇതാവില്ലല്ലോ. അപ്പൊ നമുക്ക് എന്നാ അങ്ങനത്തെ കഥ വേണ്ട, കുഞ്ഞുങ്ങളെ വെച്ചിട്ടുള്ള സ്റ്റോറികൾ ഇടാന്ന് വെച്ചിട്ടാണ് ഈ ഒരു സീരീസ് തുടങ്ങിയത്. കറമ്പൻ എന്ന് വെച്ചിട്ടൊരു സീരീസ്. വീഡിയോ ഇട്ട് 2 ദിവസത്തിലൊക്കെ തന്നെ 1 മില്യൺ വ്യൂസാ ഓരോ വീഡിയോയ്ക്ക് വന്നോണ്ടിരുന്ന ആ സമയത്ത്. എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗൺ സമയമായിരുന്നു. അപ്പൊ പിള്ളേരൊക്കെ വീട്ടിലല്ലേ കൂടുതലും, നല്ല വ്യൂസ്, ഹൈ റീച്ച് വന്നോണ്ടിരുന്നു. പിന്നെ എന്തായാലും അത് ഫോക്കസ് ചെയ്ത് പൊക്കോണ്ട് ഇരിക്കാന്ന് വിചാരിച്ചു. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇത് വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈസിയാണെന്ന്. നല്ല ടഫായിട്ടുള്ളൊരു പണിയാണ്. അത്രയും ടഫായിട്ട് അവൾ ചെയ്യുന്നത്. ഞാൻ രാത്രി 2 മണി വരെയൊക്കെ വീണ്ടും ഇരുന്ന് ഉറക്കങ്ങളൊക്കെ ഒഴുകി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്തായാലും അത് അത്രയും നല്ല സക്സസ് പോയിന്റിലെത്തി. ഓക്കെ. ഇപ്പം എല്ലാ ആൾക്കാരും നമ്മൾ യൂട്യൂബിലൂടെയാണ് ഈ ഒരു സാധനം കാണുന്നത്. അപ്പം നമ്മുടെ സുമി ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലൈവായിട്ട് കുഞ്ഞുങ്ങളുടെ വോയിസ് എടുത്ത് ചെയ്യുന്ന ഡബിങ് നമ്മളിപ്പോൾ ലൈവായിട്ട് കാണാൻ പോവാണ്. പാറുമോളെ നീ എവിടെ പോയി? അയ്യോ പാറുമോളെ നീ എവിടെ പോയി? ഇവൾ എവിടെ പോയെന്ന് അറിഞ്ഞില്ലല്ലോ. എന്റെ മോള്. ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. ഇതെങ്ങനെ ഒരാൾക്ക് ഇത്രയും കഴിവുകളൊക്കെ ദൈവം കൊടുക്കൂ? അമ്മൂമ്മയുടെ സൗണ്ട്. ഓക്കെ, നമ്മളിപ്പോ പാറുമോളുടെ സൗണ്ട് കേട്ടു. ഇനി നമ്മൾ ലൈവായിട്ട് ഒരു അമ്മുമ്മ എങ്ങനെ സംസാരിക്കും അതേപോലെ ഇപ്പൊ സുമി എന്റെ അടുത്ത് സംസാരിക്കും. മോളെ മസ്താനി, എന്താ വെള്ളം ഇങ്ങെടുത്തിട്ട് വാടി. അമ്മുമ്മയുടെ കൈക്കും കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പോയി എടുത്തൂടെ? ഞാൻ അഹങ്കാരി, തർക്കുത്തരം പറയുന്നോ നീ? അമ്മുമ്മയുടെ മോളെ പഠിപ്പിച്ചേ. അഹങ്കാരി, നീ വീണ്ടും തർക്കുത്തരം പറയാണോ? എന്റെ മോൾ അങ്ങനെ പഠിപ്പിച്ചെന്നാണോ നീ പറയുന്നേ? എടി സുഷമേ, ഇങ്ങ് വാ. അമ്മ ഇവിടെ ഇല്ല, അയൽക്കൂട്ടത്തിന് പോയേക്ക. കൊള്ളാട്ടോ. ഇനി വേറെ എന്തൊക്കെ സൗണ്ട് എടുക്കും? നല്ല പ്രായം കുറഞ്ഞ കൊച്ചുങ്ങൾ സൗണ്ട്. അയ്യോ, ഐസ്ക്രീം ഒന്നും തിന്നൂടാ. അമ്മ ഇന്നലെ ഒളിച്ചു വെച്ച ഐസ്ക്രീം തിന്നുന്ന മോളെ കണ്ട്. ഞാൻ തിന്നു, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമായതുകൊണ്ട് ഞാൻ തിന്നു. മോക്ക് പനി വരൂലേ? വേണ്ട, ഐസ്ക്രീം.
ഒരുപാട് ഇപ്പൊ സുമിയുടെ ഫാൻസിനാണെങ്കിലും അത് കണ്ടു വന്ന ആൾക്കാർക്കാണെങ്കിലും ഉണ്ടായിരുന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഉണ്ട്. ഹസ്ബൻഡ് എവിടെ, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പൊ കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, ഇനി ഡിവോഴ്സ് ആയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ. അപ്പം അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം, ഇങ്ങനെ ഒരു അവസരം എനിക്ക് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇത് പറയണം എന്നുള്ളത്. ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് മുതൽ, നമ്മൾ തുടക്ക സമയത്ത് ആരും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ല അല്ലെ, സപ്പോർട്ടിന് വേണ്ടിയിട്ട്. പിന്നല്ലേ എല്ലാവരും കൂടെ കൂടുന്നത്. ആ സമയം മുതലേ ഹസ്ബൻഡ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ കാര്യത്തിനും അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡിനോട് ഇപ്പൊ ഈ ഒരു സമയത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയാൻ തോന്നുന്നുണ്ടോ? താങ്ക് യു സോ മച്ച് ഫോർ എവരിത്തിങ്. ഹസ്ബൻഡ് ഇപ്പൊ എന്താ ചെയ്യുന്നത്? എക്സിബിഷൻ ഫീൽഡിൽ സ്റ്റാൾ വർക്കാ, സ്റ്റാൾ മാർക്കറ്റിംഗ് കൊണ്ട് അടക്കി. കണ്ടാ പറയില്ലെങ്കിൽ 2 കുട്ടികളുടെ അമ്മയാണ്. എന്താ മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? എത്ര പ്രായം ഉണ്ടോ അവർക്കൊക്കെ? ഒരാൾക്ക് 11 വയസ്സ്, ഒരാൾക്ക് 7 വയസ്സ്. ഓക്കെ. സത്യം പറഞ്ഞ 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഉമ്മയാന്ന് പറയില്ല കേട്ടോ. 18-19 വയസ്സിൽ പ്രസവിച്ചു. നമ്മുടെ ഷോയിൽ വന്നു. എനിക്ക് തോന്നുന്നു എല്ലാ എസ്പെഷ്യലി ഗേൾസ് ഒരുപാട് ഇൻസ്പയർഡ് ആകാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് സുമി. ഒരുപാട് സ്ട്രഗിൾസിലൂടെ വന്നു. അതൊക്കെ വളരെ പോസിറ്റീവായിട്ടും ധൈര്യപൂർവ്വം അതൊക്കെ മാറ്റി മറിച്ച് തൻ്റെതായ ഒരു സ്ഥാനം സമൂഹത്തിലും ലൈഫിലും ഉണ്ടാക്കിയെടുത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളാണ് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഷോയിൽ വന്നതിനും ഇത്രയും സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിനും ഞങ്ങൾക്ക് തന്നെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. ഒരുപാട് ആശംസകൾ നേരുന്നു. ഇനി ഒരുപാട് പല പല ചാനൽസ് ഒക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.